ആടുജീവിതം മലയാളികൾ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം. ആടുജീവിതം സിനിമയാവുന്നുള്ള അനൗൺസ്മെന്റ് 16 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ സിനിമയായി നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. വളരെ വലിയ സക്സസ്ഫുൾ ആയിട്ട് ആ സിനിമ ഇപ്പോഴും നമ്മുടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ആടുജീവിതം നോവലിന് മുന്നേ തന്നെ പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലുള്ള നോവൽ ഒരുപാട് വായിക്കപ്പെട്ട നോവലായിരുന്നു. ഏകദേശം ആടുജീവിതം ഉണ്ടാക്കിയ തരംഗം തന്നെ ഒരു സങ്കീർത്തനം പോലെ നോവലും ജനങ്ങൾക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അതിന് ചൂട് പിടിച്ചുകൊണ്ട് തന്നെ അത് സിനിമയാക്കി മാറ്റി. ആ സിനിമ പക്ഷെ വലിയൊരു പരാജയമായിരുന്നു. ആ സിനിമ ആരും തന്നെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ നോവലും ഒരുപാട് പേര് വായിക്കപ്പെട്ടു, സിനിമയും ഒരുപാട് പേര് കണ്ടു. രണ്ട് രീതിയിൽ നോക്കുമ്പോൾ, സാഹിത്യവും സിനിമയായിട്ട് നോക്കുമ്പോൾ രണ്ട് രീതിയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ആടുജീവിതം. നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് ജനപ്രീതി ആർജിച്ച നോവലുകൾക്ക് സിനിമയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ സിനിമകളും വലിയ സക്സസ്ഫുൾ അല്ലായിരുന്നു, മിക്കതും പരാജയപ്പെട്ട സിനിമകളാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും അധികം സിനിമയാക്കപ്പെട്ട നോവലുകൾ മുട്ടത്തുവർക്കിടയാന്ന് തോന്നുന്നു. കാരണം സാധാരണക്കാരൻ ഒരുപാട് വായിക്കപ്പെട്ട നോവലുകൾ മുട്ടത്തുവർക്കിടയാണ്. എല്ലാ സിനിമകളും സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏറ്റവും അധികം നോവലുകൾ സിനിമയാക്കപ്പെട്ടത് മുട്ടത്തുവർക്കിടയാന്ന് തോന്നുന്നു. ആടുജീവിതം തിരക്കഥയിലേക്ക് വരുവാണെങ്കിൽ നോവൽ വായിക്കുമ്പോൾ നമുക്ക് നജീബിന്റെ മാനസിക സംഘർഷങ്ങളെ, പുള്ളി അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. പക്ഷെ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ നജീബ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത്രത്തോളം ക്ലിയർ ആയിട്ട് കണക്ട് ആകുന്നില്ല. സിനിമ തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാം സംഭവിക്കുന്നു തോന്നുന്നു. നജീബ് അവിടെ എത്തിപ്പെടുന്നു, അതിനുശേഷം അറബിയെ കണ്ടുപിടുന്നു, അറബിയുടെ അടുത്ത് എത്തിപ്പെടുന്നു, പിന്നെ അവിടെ ആടിനെ മേയ്ക്കുന്ന ജോലിയായിട്ട് ഇടപെടാന്ന് പോകുന്നുണ്ട്. പ്രേക്ഷകന് സിനിമയിലേക്ക് ഇമോഷണൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒരുപക്ഷെ ബ്ലെസ്സി ചിന്തിച്ചത് ഈ ആടുജീവിതം ഒരുപാട് പേര് വായിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഓൾറെഡി ഞാൻ കണക്ട് ആയിക്കോളൂ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ പുള്ളി അങ്ങനെ വിട്ടേന്ന് തോന്നുന്നു. പക്ഷേ ഇത് മലയാളികളായിരിക്കുമല്ലോ ആടുജീവിതം കൂടുതലും വായിച്ചിട്ടുള്ളത്. ഒരു പാൻ-ഇന്ത്യൻ സിനിമയായിട്ട് ഇറക്കുമ്പോൾ മറ്റു ഭാഷകളിലൊന്നും ഈ ആടുജീവിതം ആരും വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ കാണുമ്പോൾ അവർക്ക് ഇമോഷൻസ് ഒന്നും പെട്ടെന്ന് കണക്ട് ആയി കിട്ടത്തില്ല. അപ്പൊ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് പ്രേക്ഷകനെ തുടക്കത്തിൽ തന്നെ ഒരു 15 സീനുള്ളിൽ തന്നെ പ്രേക്ഷകനെ സിനിമയ്ക്കുള്ളിൽ പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മിസ്സിംഗ് പോലെ ഫീൽ ചെയ്യും. ഇതിന്റെ ഓർമ്മകളിലൂടെയാണ് പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസ് കാണിക്കുന്നത്. പുള്ളിയുടെ ഗ്രാമം, പുള്ളിയുടെ ഭാര്യ, അമ്മ, അവിടെ പുള്ളിയുടെ ജോലിയൊക്കെ കാണിക്കുന്ന ഓർമ്മകളിലൂടെയാണ്. ആ ഒരു പോർഷൻ വന്നപ്പോൾ കുറച്ച് അലമ്പായി പോയത് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബ്ലെസ്സി ഇത്രത്തോളം ട്രെൻഡ് സെറ്റർ ആയ ഒരു നോവലിന്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഭയങ്കര ഒരു ഭയങ്കര സെറ്റപ്പിൽ എടുത്തെന്ന് പറഞ്ഞില്ല. പിന്നെ അവിടെയുള്ള ഡയലോഗ് ഡെലിവറി രീതികളൊക്കെ ഭയങ്കര നാടകീയത നിറഞ്ഞ സംഭാഷണമായിരുന്നു. അത് നിങ്ങൾക്ക് സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാവും. അത് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് എഴുതിയവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേണ്ടിയിരുന്നില്ല, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് എഴുതാമായിരുന്നു ആ സീക്വൻസ് ഒക്കെ. അവിടെ മുന്നോട്ട് പോകുമ്പോൾ കുറെ ഇടങ്ങളിൽ നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. ആ ലാഗ് ഫീൽ ചെയ്യുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഒരു റൈറ്ററെ സംബന്ധിച്ചോളം ആ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് ലാഗ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ലാഗ് അത് നമുക്കൊരു പോരായ്മയായിട്ട് പറയാൻ പറ്റില്ല. ഈ സിനിമയിൽ അത്യാവശ്യം ലാഗ് ഉണ്ട്. ബ്ലെസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് പ്രേക്ഷകനെ തിയേറ്ററിൽ ത്രില്ലടിപ്പിക്കാനുള്ള 1-2 കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വേണ്ടത്ര രീതിയിൽ അങ്ങ് പരിഗണിക്കപ്പെട്ടില്ലേ എന്നൊരു തോന്നലുണ്ട്. കാരണം ഇതൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ പ്രേക്ഷകനിലേക്ക് വേണ്ടത്ര രീതിയിൽ രജിസ്റ്റർ ആവണതിന് മുമ്പ് തന്നെ തീർന്നു പോയത്, പെട്ടെന്ന് അങ്ങ് തീർന്നു പോയ രീതിയിലേക്കാണ് ആ സീക്വൻസുകൾ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. വേറൊന്നുമല്ല, മഴ പെയ്യുന്നത്, മരുഭൂമിയിലെ ചുഴലിക്കാറ്റ്, പാമ്പ് വരുന്നത്, അങ്ങനെയുള്ള കുറെ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു സിനിമയുടെ ഒരു ഹുക്കാണ്. പ്രേക്ഷകനെ മടുത്ത് ബോറടിച്ച് ലാഗടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രേക്ഷകനെ എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള കുറെ ഘടകങ്ങളായിരുന്നു അതൊക്കെ വേണ്ടത്ര രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കുകയായിരുന്നെങ്കിൽ ഇത് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ട് സിനിമ പ്രേക്ഷകനിലേക്ക് എത്തിപ്പെട്ടെ. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പ്രേക്ഷകൻ അതിലേക്ക് ഒന്ന് എത്തിപ്പെടുന്ന മുമ്പ് തന്നെ ആ സീനൊക്കെ തീർന്നു പോകണമെന്ന് തോന്നി. അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ എടുക്കുകയായിരുന്നെങ്കിൽ പ്രേക്ഷകൻ കുറച്ചുകൂടെ ഒന്ന് എൻജോയ് ചെയ്ത് സിനിമ കണ്ടേനെ എനിക്ക് തോന്നുന്നു. നോവലും സിനിമയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നോവലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മിസ്സായി, ഒരുപാട് കണക്ട് ആവാണ്ട് നജീബിന്റെ ഇമോഷൻസ് ഒന്നും പ്രേക്ഷകനിലേക്ക് എത്തപ്പെടാത്ത രീതിയിലൊക്കെയാണ് ഇതിന്റെ ഒരു തിരക്കഥ രചന വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോവൽ തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളിപ്പോൾ എത്ര വലിയ സൃഷ്ടി എടുത്തു വെച്ചാൽ പോലും അത് വേണ്ടത്ര രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. പക്ഷേ ഈ സിനിമയെ അവർ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിലാണ് പൃഥ്വിരാജ് മാർക്കറ്റ് ചെയ്ത് പ്രൊമോഷൻ ചെയ്തത്. അപ്പൊ അതിന്റെ റിസൾട്ട് ഈ സിനിമ തിയേറ്ററിൽ അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടിക്കുറിപ്പായിട്ട് പറയാനുള്ളത്, 16 വർഷം ഒരു സിനിമയ്ക്ക് പിന്നാലെ ബ്ലെസ്സി സഞ്ചരിച്ചപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ തിരക്കഥ എടുത്തു വെച്ചിട്ടൊന്ന് അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സിനിമയെ നമുക്ക് കിട്ടിയേനെ. അപ്പൊ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയും തിരക്കഥയും എന്നെ സംബന്ധിച്ചൊരു നിരാശയാണ് സമ്മാനിച്ചത്. ബ്ലെസ്സി എന്ന് പറഞ്ഞ റൈറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ തിരക്കഥ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു ആ തിരക്കഥ തോന്നി. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്നാണ്. അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വന്നത്